CJ റോയിയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം റോയിയുടെ ദുരൂഹമായ ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്തകൾ വിട്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കാക്കനാട് കടമ്പ്രയാറിനടുത്ത് റോയിയുടെ ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ ഭൂമി പൂജ നടന്നു. അത് ലേക്ക് സൈഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്ന കൂറ്റൻ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ പൂജ നടന്നു. അതിൻ്റെ വാർത്ത വന്നു, അതിൻ്റെ പരസ്യങ്ങളൊക്കെ പത്രത്തിലേക്ക് വന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വീണ്ടും പ്രവർത്തനം സജീവമായി. അവരുടെ പരസ്യങ്ങളൊക്കെ മാധ്യമങ്ങൾ കിട്ടി വരുന്നുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾ റോയിയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നില്ല. ഏറ്റവും അവസാനം റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഫിഡൻറ്റിൻ്റെ MD നടത്തിയ ഒരു പത്രസമ്മേളനം കൊടുത്ത് വാർത്തകൾ അവസാനിപ്പിച്ചു. എന്നാൽ കർണാടകയിലെ മാധ്യമങ്ങൾ അങ്ങനെയല്ല. കർണാടകയിലെ സുവർണ ന്യൂസ്, TV9 ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം, കർണാടക സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോയി സ്വാഭാവികമായി വെടിവെച്ചു മരിച്ചതല്ല എന്ന നിഗമനത്തിലാണ് കർണാടകയിലെ പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നതെന്നുള്ള വാർത്തകൾ കർണാടക മാധ്യമങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല. അതിന് പറയുന്നൊരു കാരണം ഒരു അജ്ഞാതൻ്റെ ഇടപെടൽ റോയിയുടെ ആത്മഹത്യയിലേക്ക് പെട്ടെന്ന് നയിച്ചു എന്നാണ് പറയുന്നത്. റോയി ദുബായിൽ നിന്ന് വന്നിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 2 കാറുകൾ റോയിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു. ഒരു കാറിൽ അദ്ദേഹത്തിൻ്റെ ലഗേജ് വെച്ചു. അദ്ദേഹത്തിൻ്റെ 20 ജോഡി ചെരുപ്പുകൾ വരെ ഉണ്ടായിരുന്നു. 20ഓ 10ഓ ജോഡി, 20 10 എന്നൊക്കെ പറയുന്നുണ്ട്. 10 ജോഡി ചെരുപ്പുകൾ വരെ ഈ കാറിലുണ്ടായിരുന്നു. മറ്റൊരു കാറിൽ അദ്ദേഹം കയറി. അങ്ങനെ അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ ലാങ്ഫോർഡ് റോഡിലുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വരുന്നു. 12 മണിക്കാണ് ജനുവരി 30, 12 മണിക്കാണ് ഇൻകം ടാക്സ് സംഘം ലാങ്ഫോർഡ് റോഡിലുള്ള കോൺഫിഡൻറ്റിൻ്റെ ആസ്ഥാനത്ത് വരുന്നത്. 2 മണിക്ക് റോയി എത്തുന്നു, ഓഫീസ് തുറക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ 3:10 റോയി അദ്ദേഹത്തിൻ്റെ പിസ്റ്റൽ ഉപയോഗിച്ച്, ഓസ്ട്രിയൻ നിർമ്മിത പിസ്റ്റൽ ഉപയോഗിച്ച് വെടിവെക്കുന്നത്. 3:10 അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വാതിൽ പൊളിച്ചിട്ടാണ് അത്രേ കൊണ്ടുപോയത്. എന്നൊക്കെ അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ കയറി ലോക്ക് ചെയ്തിട്ട് വെടിവെച്ചു എന്നൊക്കെയാണ്. സൈലൻസറുള്ള തോക്കായിരുന്നു, വെടിവെച്ച കേട്ടില്ല. പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണാതിരുന്നപ്പോൾ വാതിൽ പൊളിച്ച് അകത്ത് കയറി എന്നൊക്കെയാണ് പറയുന്ന വെർഷൻസ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം ഒരു പ്രധാനപ്പെട്ട മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് കന്നഡ മാധ്യമങ്ങൾ പറയുന്നത്. റോയി വരുമ്പോൾ കാറിൽ അദ്ദേഹത്തിൻ്റെ മാനേജർ, അത് ജോസഫ് ആയിരിക്കാം, നമ്മുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ജോസഫ് ആയിരിക്കും, കൂടെ ഉണ്ടായിരുന്നു. അവർ വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് അദ്ദേഹം കാറിലുണ്ടായിരുന്നത്. അങ്ങനെ കാറിൽ വന്നുകൊണ്ട് ഓഫീസിനടുത്ത് എത്താറാകുമ്പോൾ 2:45 അദ്ദേഹത്തിൻ്റെ കോൾ വരുന്നു. ഓഫീസിനടുത്തെത്താറായി. 3 മണിക്ക് അദ്ദേഹം ഓഫീസിലെത്തിയെന്നാണ് പറയുന്നത്. ഓഫീസിനടുത്തെത്താറാവുമ്പോൾ 2:45 കോൾ വരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മനോനില ആകെ മാറി. കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹം വിമ്മിപ്പൊട്ടുകയോ ഒക്കെ ചെയ്തു എന്ന് ഈ മാനേജർ മൊഴി കൊടുത്തതായി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതായി കർണാടക മാധ്യമങ്ങൾ പറയുന്നു. ടെലിവിഷൻ ചാനലുകൾ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏഷ്യാനെറ്റിൻ്റെ കന്നഡ പതിപ്പാണ് സുവർണ ന്യൂസ്. സുവർണ ഉൾപ്പെടെ TV9 ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ അസുഖകരമായ ചില കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇഷ്ടംപോലെ പരസ്യം ഇവിടെ കിട്ടുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാനസിക നില ആകെ 2:45 വന്ന ഈ ഫോൺ കോളിന് ശേഷം അദ്ദേഹം കരഞ്ഞു, വിമ്മിപ്പൊട്ടി, സംസാരിക്കാൻ കഴിയാത്ത നിലയിലായി എന്ന് മൊഴി കിട്ടിയിട്ടുണ്ട്. ആർക്ക്? പ്രത്യേക അന്വേഷണ സംഘത്തിന്. എന്നിട്ട് 3 മണിക്ക് അദ്ദേഹം ഓഫീസിലെത്തുന്നു. ഇൻകം ടാക്സുകാർ എന്തോ പേപ്പർ ചോദിക്കുന്നു. ഞാനിപ്പോൾ എടുക്കാം, എനിക്ക് അമ്മയെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് നേരെ ക്യാബിനിൽ കയറുന്നു. പിന്നെ കേൾക്കുന്നത് അദ്ദേഹം വെടിയേറ്റു, അദ്ദേഹം തോക്കെടുത്ത് സ്വയം വെടിവെച്ചു എന്നുള്ളതാണ്. അപ്പോൾ 2:45 ആരാണ് റോയിയെ വിളിച്ചത്? 2:45 അതുവരെ കാറിൽ ആഹ്ലാദവാനായിരുന്ന റോയി 2:45 വന്ന് എന്ന് പറയുന്ന ഈ ഫോൺ കോളിന് ശേഷം ആകെ തകർന്നു പോയത് എന്താണ്? ഒരു അജ്ഞാതൻ്റെ കോൾ വന്നിട്ടുണ്ട്. ഈ അജ്ഞാതൻ ആരാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അജ്ഞാതനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അജ്ഞാതൻ അതിൻ്റെ പിന്നിലുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ഇന്ത്യയുടെ ശത്രുക്കളെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന അജ്ഞാതനെക്കുറിച്ച് കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു അജ്ഞാതനാണോ എനിക്കറിയില്ല. പക്ഷേ അജ്ഞാതൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രം അതാണ്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും കർണാടക പോലീസ് ഈ ഫോൺ നമ്പർ ട്രേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കർണാടക മാധ്യമങ്ങൾ പറയുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റോയിയുടെ മരണത്തിന് ശേഷം കർണാടക പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം, DK ശിവകുമാറാണ് ഈ അന്വേഷണ സംഘം പ്രഖ്യാപിച്ചത്. ആ അന്വേഷണ സംഘം നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. ഹലസൂരു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നക്ഷത്ര ഹോട്ടലുണ്ട്.
അതിൻ്റെ പേര് കോൺകോഡ് എന്നാണ്. ഈ അലസൂരുവിലെ കോൺകോഡ് എന്ന് പറയുന്ന നക്ഷത്ര ഹോട്ടലിൽ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് റോയി ഉണ്ടായിരുന്നു, അവിടെ താമസിച്ചിരുന്നു. അതെന്തിനാണ് റോയി അലസൂരുവിലെ ഈ ഹോട്ടലിൽ പോയത്? അപ്പം റോയിയുടെ വീടെന്ന് പറഞ്ഞാൽ ഈ ലാങ്ഫോർഡ് റോഡിലുള്ള ഓഫീസിലേക്ക് ഈ കോൺകോഡ് ഹോട്ടലിൽ നിന്ന് 3-4 കിലോമീറ്ററേ ഉള്ളൂ. അത്രയും ദൂരമേ ഉള്ളൂ റോയിയുടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും. അങ്ങനെയാണെങ്കിൽ വിമാനത്തിൽ വന്നിറങ്ങിയ അല്ലെങ്കിൽ കേരളത്തിലേക്ക് IT വിളിപ്പിച്ചതനുസരിച്ച് വന്ന റോയി എന്തിനാണ് ഓഫീസിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പോ തൊട്ടടുത്ത ദിവസങ്ങളിലോ ഈ കോൺകോഡ് ഹോട്ടലിൽ പോയി താമസിച്ചത്? അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത് വീടുണ്ട്, ഓഫീസുണ്ട്. അവിടെ ഓഫീസിലേക്ക് വരാൻ വീട്ടിൽ പോകാതെ 4 കിലോമീറ്റർ മാത്രം ഓഫീസിൽ നിന്ന് ദൂരമുണ്ടായിരിക്കെ, വീട്ടിലേക്ക് ദൂരമുണ്ടായിരിക്കെ എന്തിനാണ് ഹോട്ടലിൽ പോയി താമസിച്ചത് എന്നൊരു സംശയം അന്വേഷണ സംഘത്തിന് വന്നു. അന്വേഷണ സംഘം അന്ന് ഹോട്ടലിൽ റോയി താമസിച്ച മുറി പരിശോധിച്ചു. മുറിയിൽ നിന്ന് 2 വെടിയുണ്ടകൾ കിട്ടി, 2 ബുള്ളറ്റുകൾ കിട്ടി. ഈ 2 ബുള്ളറ്റുകൾ എന്ന് പറയുന്നത് റോയിയുടെ മൃതദേഹത്തിൽ നിന്ന് കണ്ടെടുത്ത ബുള്ളറ്റുകളുമായി സാമ്യം ഉള്ള ബുള്ളറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ അത് റോയിയുടെ തോക്കിലെ ബുള്ളറ്റുകളാണ്. എങ്ങനെയാണ് ഈ ഹലസൂരുവിലുള്ള ഈ നക്ഷത്ര ഹോട്ടലിൽ എന്തിന് വീട്ടിൽ പോകാതെ റോയി അവിടെ താമസിച്ചെന്തിന്? അവിടെ എങ്ങനെ ബുള്ളറ്റുകൾ കണ്ടെത്തി? പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പം അന്വേഷണ സംഘം സംശയിക്കുന്നതായിട്ട് കർണാടക മാധ്യമങ്ങൾ പറയുന്നത് റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. ആത്മഹത്യ തീരുമാനിച്ച ആദ്യം ഈ ഹോട്ടലിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് ഒരു സ്വകാര്യ സംരംഭമല്ലേ, അവിടെ വെച്ച് ആത്മഹത്യ ചെയ്ത് ഇനി ആ ഹോട്ടലുകാർക്ക് മോശം ഉണ്ടാക്കണ്ട എന്ന് കരുതി അദ്ദേഹം ആ തീരുമാനം മാറ്റിയതാണോ? എങ്ങനെ അദ്ദേഹത്തിൻ്റെ വെടിയുണ്ടകൾ അവിടെ വന്നു? സാധാരണഗതിയിൽ പോലീസ് പറയുന്നതായിട്ട് കർണാടക മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹം അങ്ങനെ തോക്കൊന്നും കൊണ്ടു നടക്കുന്ന ആളല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ കർണാടകയിലേക്ക് ദുബായിൽ നിന്ന് വന്ന സമയത്ത് തോക്ക് കരുതി എന്തിനാണ്? ഏതെങ്കിലും ശത്രുക്കളെ ഭയപ്പെട്ടിരുന്നോ? അതോ ഇനി തൻ്റെ ജീവൻ ഒടുക്കണം എന്ന് തീരുമാനിച്ചിട്ടാണോ? അദ്ദേഹത്തിൻ്റെ ഒരു 9 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിരുന്നു. അതിൽ ചില പ്രമുഖ വ്യക്തികളുടെ പേര്, രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ ഉൾപ്പെടെയുള്ള പേരുകളുണ്ടായിരുന്നു. അതുകൂടാതെ കോഡ് ഭാഷയിൽ എന്തൊക്കെ എഴുതിയിരുന്നു എന്നും കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു അപസർപ്പക കഥ പോലെ ഒരു അജ്ഞാതൻ്റെ ഇടപെടൽ ഒക്കെ പറയുന്നു. അതോടൊപ്പം ഏറ്റവും നിർണായകമായി കർണാടക മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്, ആ വാർത്തയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കാൻ മടിക്കുന്നത്. അതായത് റോയിയുടെ പക്കൽ 500 കോടി രൂപയുടെ ഹവാല പണം IT വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഒരു ലോക്കറിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു ലോക്കറുണ്ട്, അത് തുറക്കണം, സീൽ ചെയ്തിട്ട് പോയി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 500 കോടി രൂപയുടെ പണം കണ്ടെത്തിയിരുന്നു. അത് ഹവാല പണമായിരുന്നു. അതിൻ്റെ സോഴ്സ് ചോദിച്ചത് റോയ്ക്ക് പ്രശ്നമായി, അതും ആത്മഹത്യയിലേക്ക് നയിച്ചോ എന്നുള്ള സംശയം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദുരൂഹമായ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തെ കോൺസൽ ജനറലായിരുന്നു റോയ്. കേരളത്തിൻ്റെയും കർണാടകയുടെയും ചുമതലയുള്ള കോൺസൽ ജനറലായിരുന്നു എന്ന് പറയുന്നു. ഈ സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യം എല്ലാവിധ ആയുധ കച്ചവടം, മയക്കുമരുന്ന് കച്ചവടം, ഇതിൻ്റെയൊക്കെ ദുരൂഹമായ കേന്ദ്രമുള്ളതായിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആകെ ഒരു ദുരൂഹതയുണ്ട്. സ്ലോവാക്യയുടെ കോൺസൽ ജനറൽ ആയിരിക്കുന്നു എന്നതുകൊണ്ട് അന്ന് കമ്പനിയുടെ MD ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അത് വെറുതെ ഒരു സാംസ്കാരിക, അവിടെയൊക്കെ റോയി പോയിട്ടുള്ള സ്വന്തം കയ്യിലെ കാശ് മുടക്കിയാണ് പോയിട്ടുള്ളത്, അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കാം ശരി. പക്ഷേ എന്നാൽ പോലും ഈ രാജ്യത്തിൻ്റെ ചരിത്രം വളരെ മോശമാണ്. അപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോ നമ്മൾ പറഞ്ഞു, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ എയർലൈൻസ് തുടങ്ങിയ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് തഖിയുദ്ദീൻ വാഹിദ് എന്ന് പറയുന്ന ആളാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ എയർലൈൻസ് തുടങ്ങിയ മലയാളിയാണ്. ബോംബെയിൽ ബാന്ദ്രയ്ക്കടുത്തുള്ള ഒരു റോഡിൽ അദ്ദേഹം വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അന്ന് കേട്ടിരുന്ന കഥ എന്ന് പറയുന്നത് തഖിയുദ്ദീൻ വാഹിദിന് ഈ സ്വകാര്യ എയർലൈൻസ് തുടങ്ങാൻ വേണ്ടി വലിയ തോതിൽ പണം കൊടുത്ത് സഹായിച്ചത് മുംബൈ അധോലോകം, D കമ്പനി ഉൾപ്പെടെയുള്ള ആളുകളാണെന്നൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ട്. അത് അവരുമായിട്ടുള്ള എന്തോ സാമ്പത്തിക ഇടപാട് തെറ്റിയതിനെ തുടർന്ന് അവർ വാഹിദിനെ വെടിവെച്ച് കൊന്നു എന്നൊരു കഥ അന്ന് മുതലേ ഉണ്ട്. അതിൻ്റെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല പൂർണ്ണ തോതിൽ. അപ്പോൾ അതുപോലെ ഒരു പക്ഷേ റോയിയുടെ പക്കൽ ഈ 500 കോടി രൂപയുടെ ഹവാല പണം വരികയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ IT പിടിക്കാൻ വരുന്നു, IT പിന്നാലെ കൂടിയിരിക്കുന്നു, റെയ്ഡ് ചെയ്തിരിക്കുന്നു, ചില രേഖകൾ പരിശോധിക്കാൻ വേണ്ടി ഒപ്പിട്ട് നൽകാൻ വേണ്ടി റോയിയെ വിളിച്ചു വരുത്തുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് എങ്ങാനും ഞങ്ങളുടെ പേരോ വല്ലതും വെളിപ്പെടുത്തിയാൽ എന്നുള്ളൊരു ഭീഷണി ഉണ്ടായിരിക്കുമോ?
ഏതായാലും ഈ നമ്പർ വളരെ പ്രധാനപ്പെട്ട, അജ്ഞാതൻ ആരാണ് റോയിയെ വിളിച്ചതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട. ഇതിനിടയ്ക്ക് വേറെ തമാശയല്ല പറഞ്ഞു കേൾക്കുന്നത്, റോയിയുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 210 പ്രൊജക്റ്റുകളാണ് ആകെ പൂർത്തിയാക്കിയിട്ടുള്ളത്. 210 പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കിയപ്പോൾ 10,000 കോടി രൂപയുടെ ലാഭമുണ്ടായി എന്ന് പറയുന്നു. പക്ഷേ ഈ സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള ആളുകൾ പറയുന്നത് 210 പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കിയാൽ 10,000 കോടി ലാഭം ഉണ്ടാകുമോ? അതൊരു സംശയമാണ്. കാരണം നമ്മളൊരു ഫ്ലാറ്റ് വിൽക്കുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ട് ചെയ്ത കമ്പനിക്ക് ഒരു 15 ലക്ഷം രൂപ ലാഭം ഉണ്ടായിരിക്കട്ടെ. ഒരു 15 ലക്ഷം രൂപ ഒരു ഫ്ലാറ്റ് വെക്കുമ്പോൾ ലാഭം ഉണ്ടായി എന്നിരിക്കട്ടെ. അപ്പോൾ 210 പ്രൊജക്റ്റിലും ഓരോ പ്രൊജക്റ്റിലും ഒരു 50 ഫ്ലാറ്റുകൾ വീതം ഉണ്ടെന്നിരിക്കട്ടെ. 50 × 15 ലക്ഷം വെച്ച് കൂട്ടുക, ഇൻറ്റു 210 കൂട്ടുക. എന്നാലും 10,000 കോടി രൂപ വരുമോ? വരില്ല. ഇനി വേണം വേറെ കാര്യമുണ്ട്. അദ്ദേഹം ദുബായിലൊക്കെ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ കറൻസിയുമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ കറൻസിനേക്കാൾ വലിയ മൂല്യമുണ്ടാവും. അപ്പോൾ റോയിയുടെ കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത് പെരുപ്പിച്ച് കാട്ടിയ ഒന്നാണോ, അതോ ഈ പറയുന്ന 10,000 കോടി എന്ന് പറയുന്നത് 210 പ്രൊജക്റ്റുകളുടെ മൊത്തം മുഖവിലയാണോ? അങ്ങനെ വരാമല്ലോ. പക്ഷെ അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല. കാരണം അത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങിയവൻ്റെയാണ്. എന്നാൽ പോലും അതുകൂടെ കാണിച്ചിട്ടാണോ 10,000 കോടി എന്നൊക്കെ പറയുന്നുള്ള സംശയങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന സംശയങ്ങളാണ്. ഏതായാലും വലിയ തുകയാണ്. അപ്പോൾ എങ്ങനെ ഇത്രമാത്രം പണമുണ്ടാക്കി ഇത്ര വലിയ ആഡംബര ജീവിതം നയിക്കാൻ ഇത്രയും കാലം കൊണ്ട് ആർജിച്ച പണം, ലാഭം റോയിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് കിട്ടി എന്ന് പറയുന്നത് സ്വാഭാവികമാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഒരുപക്ഷെ വലിയ ലാഭമുള്ള മേഖലയാണ്. ഭൂമി വാങ്ങിയ വളരെ ദീർഘദൃഷ്ടിയുള്ള ആളുകൾ ചില സ്ഥലത്ത് ഭൂമി വാങ്ങുന്നു, പിന്നെ അവിടെ പ്രൊജക്റ്റ് വരുന്നു, ഭൂമി വില 10-50 ഇരട്ടിയാവുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇപ്പം 10,000 കോടി എന്ന് പറയുന്നത് ഒരുപക്ഷെ ലാൻഡിൻ്റെ വാല്യൂ, ഗുഡ്വില്ല്, കമ്പനിയുടെ ഗുഡ്വില്ലുണ്ട്, ഒരു സ്ഥാപനത്തിന് ഗുഡ്വില്ലുണ്ട്. അപ്പം ഗുഡ്വില്ലിന് ഇടുന്നൊരു വില കൂടെ ചേർത്തിട്ടായിരിക്കാം 10,000 കോടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അസ്വാഭാവികമൊന്നുമില്ല. കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു നിർമ്മാണ കമ്പനിയാണ്. അവർക്ക് അവരുടെ ഗുഡ്വില്ല് അവരാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് ഫേസ് വാല്യൂ, ഞങ്ങളുടെ കമ്പനിക്ക് ഒരു 5,000 കോടി രൂപയുടെ ഫേസ് വാല്യൂ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ 5,000 കോടിയുടെ ഫേസ് വാല്യൂ, അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇതിലൊക്കെ സസ്പീഷ്യസ് ആയിട്ടുള്ള ആംഗിളല്ല. അപ്പോൾ കർണാടക മാധ്യമങ്ങൾ 500 കോടിയുടെ ഹവാല പണം റോയിയുടെ കമ്പനിയിലേക്ക് വന്നു, അത് സംബന്ധിച്ചുള്ള റെയ്ഡാണ് IT നടത്തിയതെന്ന് പറയുന്നു. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കുകയാണ്. ഞാൻ സുവർണ ന്യൂസ് അവിടെ പറയുന്നു, സുവർണ ന്യൂസിൻ്റെ മലയാള വെർഷനായ ഏഷ്യാനെറ്റ് കാണിക്കുന്നില്ല. ഏതായാലും റോയിയുടെ മരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് 28 ദിവസമാകും അല്ലേ? 28 ദിവസമായതോടുകൂടി 29 ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു. കർണാടക മാധ്യമങ്ങൾ പക്ഷേ അവിടുത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ നടപടികളുടെ വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും പുതിയ വാർത്തകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു അജ്ഞാതൻ റോയിയുടെ മരണത്തിന് കാരണമായിട്ടുണ്ട് എന്ന തരത്തിലാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത്. പുതിയ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകരോട് കൈമാറാം. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.